ഞാൻ യൂസഫ് അലിയെ പറ്റി ലുലു മാളിൻ്റെ കേരളത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി ഒരു വീഡിയോ ചെയ്തു. അത് വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് പലരും തന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഞാൻ അതിനു മുമ്പൊരു കാര്യം പറയാം. ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ താഴെ ഇടുന്ന കമൻറ്റുകൾ ഞാൻ വായിക്കാറുണ്ട്. അപ്പം അതിന് ഞാൻ റിപ്ലൈ തരാറില്ല, കാരണം അത് സമയമെടുക്കും. പക്ഷേ ഞാൻ പേഴ്സണലായിട്ടാണ് കാണുന്നത്, കാരണം എനിക്ക് ഒരു ടീമിനൊന്നും ഞാൻ വെച്ചിട്ടൊന്നുമില്ല. ഈ എൻ്റെ ക്യാമറ പോലും ഓപ്പറേറ്റ് ചെയ്യുന്ന ഞാൻ സ്വന്തമായിട്ട്. അപ്പം മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുമ്പോൾ അപ്പോൾ അതിന് ഞാൻ കാര്യപ്രസക്തമായ കമൻറ്റുകളാണെങ്കിൽ അതിന് ഞാൻ റിപ്ലൈ വീഡിയോ ചെയ്യും. അതായത് ഇതെന്താണ് കാരണം ഞാൻ ഈ പറയുന്നതിൻ്റെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യും. അപ്പോൾ അതിനകത്ത് ചില കമൻറ്റുകൾ വന്നു, എനിക്ക് യൂസഫ് അലിയെ ഞാൻ വെളുപ്പിക്കാൻ ശ്രമിച്ചു. ഞാനൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം. ഞാൻ ഡൽഹിയിലാണ് എൻ്റെ ജേർണലിസം കൂടുതലും ചെയ്തത്. അപ്പോൾ ഞാനിപ്പോഴീ മലയാളത്തിൽ വരുമ്പോഴാണ് നിങ്ങൾക്കെന്നെ അറിയാവും, നിങ്ങളൊരാളുണ്ടെന്ന്, അല്ലെ അതിനിപ്പോൾ എത്ര പേർക്ക് എന്നെ അറിയാം. അപ്പോൾ തെഹൽക്കയായിട്ട് ബന്ധപ്പെട്ട ചില ആൾക്കാർക്ക്, വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയത്തുള്ളൂ. പിന്നീട് നാരദയായിട്ട് ബന്ധപ്പെട്ടും ശാരദാ സ്കാമുമായിട്ട് ബന്ധപ്പെട്ടും പളനിസ്വാമിയായിട്ട് ബന്ധപ്പെട്ട് വളരെ കുറച്ച് പേർക്ക് കേരളത്തിൽ അറിയത്തുള്ളൂ. ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് ഇന്ത്യയിലെ ബിസിനസ് ടൈക്കൂൺസ് ആയിട്ടുള്ള പല ബിസിനസ്സുകാരും പേഴ്സണൽ പരിചയമുണ്ട്. കാരണം ഞാനൊരു പത്രത്തിൻ്റെയും മാഗസിൻ്റെയും ഒക്കെ എഡിറ്റർ ഇൻ ചീഫായിരുന്നു. ഇവർക്കൊക്കെ എന്നെ ആവശ്യമുണ്ട്, എനിക്ക് അവരെ ആവശ്യമുണ്ട്. കാരണം സ്റ്റോറീസിന് പല ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ അതിലൊരാളായിട്ട് ഞാൻ യൂസഫ് അലിയെ കാണുന്നുള്ളൂ. ചിലപ്പോൾ മലയാളി കമ്മ്യൂണിറ്റിക്ക് യൂസഫ് അലി വലിയ ബിസിനസ്സുകാരനായിരിക്കും. എനിക്ക് ഇന്ത്യയിൽ 100 ബിസിനസ്സുകാരെ അറിയാമല്ലോ, അതിലൊരു ബിസിനസ്സുകാരനായിട്ട് മാത്രമേ ഞാൻ യൂസഫ് അലിയും ഈ ലുലു മാളിനെയൊക്കെ ഞാൻ കാണുന്നു. പിന്നെ ഞാൻ അവർക്കെതിരെ സ്റ്റോറി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അനിൽ അംബാനിക്കെതിരെ സ്റ്റോറി ചെയ്തു, കവർ സ്റ്റോറി ചെയ്തിട്ട് അയാൾ എനിക്കെതിരെ ഡിഫമേഷൻ കേസ് കൊടുത്ത് ആ കേസിനുള്ളിൽ പോയി. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ പിതാവ് ധിരുഭായ് അംബാനിക്കെതിരെ ഞാൻ സ്റ്റോറി ചെയ്തിട്ടുണ്ട്. പിന്നെ ആ കേസാണ് 500 കോടി എങ്ങാണ്ടാണ് ഡിഫമേഷൻ ഫയൽ ചെയ്തത്. അപ്പോൾ അതും തള്ളിപ്പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ തെളിവില്ലാതെ കാര്യപ്രസക്തമായ കാര്യങ്ങളില്ലാതെ വെറുതെ ഞാൻ വിടുവാടിക്കത്തില്ല, സ്റ്റഡി ചെയ്യും സംഭവം. പിന്നെ ഞാൻ വീണ്ടും പറഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ യൂസഫിലേക്ക് ഞങ്ങൾ നിരന്തര സംഭാഷണത്തിലുള്ള ഞാൻ അങ്ങനൊരു ഈ പറയുന്നൊരു PR ജേർണലിസ്റ്റ് അല്ല. അപ്പോൾ യൂസഫ് അലി എന്തെങ്കിലും തെറ്റ് കാണിച്ച് ഉറപ്പായിട്ടും ഷാർപ്പായിട്ട് അറ്റാക്ക് ചെയ്യും, യാതൊരു സംശയവുമില്ല. ഇനി ഈ പോയിന്റിലോട്ട് കിടക്കുമ്പോൾ ചില ആൾക്കാർ ചോദിച്ച ചോദ്യമുണ്ട്, ഈ എന്തുകൊണ്ടാണ് യൂസഫ് അലി മലപ്പുറത്ത് മോൾ തുറക്കാത്തത്? ഞാനിത് റീകൺഫൈം ചെയ്ത് മലപ്പുറമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്, അവർ പെരിന്തൽമണ്ണയും തിരൂരും ഒരു മോൾ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ അവരാദ്യം അവരുടെ ഭാഗത്തു നിന്ന് അറിയാൻ സാധിച്ചത്, ആദ്യം പ്രധാനപ്പെട്ട സിറ്റികളിൽ മോൾ തുറക്കുക, അതിനുശേഷം 2 ടയർ 3 ടയർ സിറ്റികളിലോട്ട് മോൾ തുറക്കുക. ഇതാണ് അവരുടെ സ്ട്രാറ്റജി. കാരണം അവർ ഓരോ മോൾ തുറക്കുമ്പോഴും അവരവരുടേതായ റിസർച്ച് നടത്താൻ, ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയുടെ ഈ എക്കോണമി സ്ട്രെങ്തൻ ചെയ്തതിൻ്റെ പേരിൽ, അതായത് നമ്മളിപ്പം ലോകത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ എക്കോണമിയാണ് ലോകത്തിലെ. അതായത് നമ്മുടെ മിഡിൽ ക്ലാസ്സിൻ്റെ ബൈയിങ് പവർ കൂടി. അപ്പോൾ പല ആൾക്കാരും പറയും എന്ത് ബൈയിങ് പവർ കൂടി? അപ്പം നമ്മളീ പറയുന്ന ബൈയിങ് പവർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ അല്ല. അപ്പോൾ ഇന്ത്യയുടെ മിഡിൽ ക്ലാസ്സിൻ്റെ ബൈയിങ് പവർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടുത്തെ മിനിസ്ട്രി RBI ഒക്കെ ഉണ്ടാക്കി വയ്ക്കും. മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഒരു ഭാര്യയും ഭർത്താവും, അവർക്ക് 2 പേർക്കും 1 ലക്ഷം 1.25 ലക്ഷം രൂപയിൽ കൂടുതൽ മാസശമ്പളം കിട്ടുന്നു. അവരെയാണ് ഇപ്പോഴത്തെ ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന പുതിയ രീതി അനുസരിച്ച്. അപ്പം ഇന്ത്യയിലെ അപ്പർ മിഡിൽ ക്ലാസ്, അവർക്ക് ഒരു മാസം ഭാര്യയ്ക്കും ഭർത്താവിനും കൂടെ, അല്ലെങ്കിൽ അവർക്ക് റവന്യൂ എന്ന് പറയുന്നത് ശമ്പളമായിട്ടോ ബിസിനസ്സായിട്ടോ അവർക്ക് 3.5-4 ലക്ഷത്തിൽ കൂടുതൽ വരുന്നതാണ്. പിന്നെ എലീറ്റ് ക്ലാസ് നമുക്ക് അത് നിബന്ധനയില്ല, നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അതിൻ്റെ ആ കാര്യത്തെ പറ്റി ഞാൻ മിഡിൽ ക്ലാസിൻ്റെ കാര്യം പറയുമ്പോൾ, ഈ മിഡിൽ ക്ലാസിൻ്റെ ബൈയിങ് പവർ, അതായത് പർച്ചേസിങ് പവർ എന്ന് പറയുന്ന സംഭവം അവരുടെ ജീവിത രീതി, അതായത് ലൈഫ് സ്റ്റൈൽ, അതായത് സോഷ്യോ എക്കണോമിക്സ് റീസ്ട്രക്ചേർഡ്, അത് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. അതായത് കേരളത്തിലെ ഹസ്ബൻഡും വൈഫും 2 കുട്ടികളുമുള്ള ഒരു മിഡിൽ ക്ലാസ്.
അതായത് സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അധികവും ഇതൊക്കെ ഉണ്ടാവുന്നത്. അഗ്രീഡ്. അവർ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ വൈഫ് എന്തെങ്കിലും പരിപാടിക്ക് പോകുന്നു, പിള്ളേർ സ്കൂളിൽ പോകുന്നു, അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നു. അപ്പോൾ ഇവർക്ക് ഇത്രയാണ് സാലറി കിട്ടുന്നത്. അപ്പോൾ അവർക്ക് വീടിൻ്റെ EMI ഉണ്ട്, മറ്റുള്ള കാര്യങ്ങളുണ്ട്, അവർക്കൊരു ചെറിയ വണ്ടിയുണ്ട്. ഇതാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പം ഇവർക്ക് മാസത്തിൽ 1-2 പ്രാവശ്യം ഒരു ഔട്ടിംഗ് എന്നുള്ള സാധനമുണ്ട്. ഈ ഔട്ടിംഗ് എന്ന് പറയുന്നത് മാസത്തിൽ 1-2 പ്രാവശ്യം എപ്പോഴും മൂന്നാറിൽ പോകുന്ന, തേക്കടി പോകുന്നതല്ല. ഈ കുട്ടികളുമായിട്ട് ഹസ്ബൻഡും വൈഫും, അത് മിഡിൽ ക്ലാസ്സിലുണ്ടാകുന്ന സംഭവമായത്. ഒരു വെസ്റ്റേൺ ട്രെൻഡ് അടിച്ചിട്ടുണ്ട്, അത് ഇന്ത്യയിലും അത് അടിച്ചിട്ടുണ്ട്. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ആൾക്കാർ പോയി റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നത് നാട്ടും പ്രദേശത്തും. ഇല്ല, നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ ഇന്നെന്തുവാ, ആൾക്കാർ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കുക, ആഹാരം കഴിക്കുക. 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കൂടുമ്പോൾ പുറത്ത് പോയി ആഹാരം കഴിക്കുക, അവരുടെ കുട്ടികളായിട്ട് അവരും സംസാരിക്കുക. അതായത് ആഹാരം ഓർഡർ ചെയ്യുന്ന, ഡിന്നർ ഓർഡർ ചെയ്യുന്ന, അവർ ഏകദേശം ഒരു മണിക്കൂർ 1.5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യും. ഇറ്റ് ഈസ് കോൾഡ് മിഡിൽ ക്ലാസ്. അവരുടെ ബൈങ് പവറാണ്. അല്ലാതെ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ട്? ഇപ്പോഴാണ് ഈ സംഭവം കയറി വരുന്നത്. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ടാണ് ഈ റെസ്റ്റോറൻറ്റ് കൾച്ചർ എന്ന് പറയുന്ന സംഭവം. ഫാമിലിയായിട്ട് പോകുന്നു, സംസാരിക്കുന്നു, സംഭവമാകുന്നു. ഓക്കെ, അപ്പോൾ ഇവർ മാസത്തിൽ 1-2 പ്രാവശ്യം ഈ ലുലു മാൾ പോലുള്ള സംഭവങ്ങളിലൊക്കെ പോകും. അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഗ്രോസറി വാങ്ങാം, ആവശ്യമുള്ള സാധനങ്ങൾ, ഈ പറയുന്ന ബ്രാൻഡഡ് സാധനങ്ങൾ അവർക്ക് പർച്ചേസ് ചെയ്യാം. അതിനിടയ്ക്ക് അവർക്ക് ഫുഡ് കോർട്ടിൽ പോയി ആഹാരം കഴിക്കാം. അതിനിടയ്ക്ക് ഒരു സിനിമ കാണാം. കാരണം ഈ സിനിമാ തിയേറ്റർ എന്ന് പറഞ്ഞ സംഭവം മാറി, എല്ലാം മൾട്ടിപ്ലക്സ് രീതിയിലോട്ടങ്ങ് മാറി. അതായത് രാവിലെ വന്ന് കഴിച്ചിട്ട് വൈകുന്നേരം സിനിമയെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഒരു ഡിന്നറും കഴിച്ചിട്ട് അവർ വീട്ടിൽ പോകുന്നു. ഇതാണ് മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന സംഭവം. ഇന്ത്യയിൽ അവരുടെ ഒരു ലൈഫ് ചേഞ്ചിങ് ആണിത്. പണ്ട് ഇതുപോലെ ആയിരുന്നില്ല. കാരണം 2 ആഴ്ചത്തേക്കുള്ള ഗ്രോസറി മേടിച്ചുകൊണ്ട് പോകുന്നു, വെജിറ്റബിൾസ് മേടിച്ചുകൊണ്ട് പോകുന്നു. ഇതാണ് സംഭവം. പണ്ടിങ്ങനല്ല. ഒരു ഔട്ടിംഗ് എന്ന് പറയുന്നത് അവരുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോകുന്നു. ഇതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോകുന്നു, അവിടെ ഇരിക്കുന്നു, അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നു, വളമുള്ള സംസാരം ഉണ്ടാകുന്നു, രസകരമായ സംഭവം. ഇത് ആ ഒരു സംഭവം കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുക. അത് ഈ കേരളത്തിൽ മാത്രമല്ല, അത് ഇന്ത്യയിൽ മാറിക്കൊണ്ടിരിക്കുക. കാരണം കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതേപോലുള്ള മോളിൽ പോകണം, ഇതേപോലെ ബ്രാൻഡഡ് സാധനം കാണണം, മറ്റുള്ള സംഭവം. അപ്പം ഇതുപോലെയുള്ള മിഡിൽ ക്ലാസ് ഇതേപോലെയുള്ള മോളുകളിൽ വരുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഇപ്പം ഇവരിട്ടിരിക്കുന്ന, വേറെ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് കുറച്ച് മോഡേണാണ്. എഗ്രീഡ്. അവർ കുറച്ച് മേക്കപ്പ് കാണും, നല്ല രീതിയിലുള്ള ഹെയർ സ്റ്റൈലായിരിക്കും, ഒരു സെക്സി ഹെയർ സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ രീതി നടത്തു. അപ്പോൾ അങ്ങനെ ഒരു ക്രൗഡ് ഈ മോളിൽ വരുന്നു. എഗ്രീഡ്. അതിനെ കാണാൻ ലോവർ മിഡിൽ ക്ലാസ്സിലും, അതായത് പച്ച മലയാളത്തിലോ വായി നോക്കാൻ മറ്റൊരു ക്രൗഡ് വരുന്നു. ഈ സാധനം മേടിക്കാൻ വരുന്നതല്ല അധികം. ഇതാണ് അതിൻ്റെ ബിസിനസ് ഫിലോസഫി എന്ന് പറയുന്നത്. അതായത് വീണ്ടും ആവർത്തിക്കുക, നിങ്ങൾ തമാശയായിട്ട് നോക്കണ്ട ഇത്. അതായത് കുറച്ച് രീതിയിലുള്ള എക്സ്പോഷറൊക്കെ ഉള്ള വസ്ത്രം അണിഞ്ഞുകൊണ്ട് പെൺകുട്ടികളും ആൺകുട്ടികളും മോളിൽ വരുന്നു. എഗ്രീഡ്. മിഡിൽ ക്ലാസ്. അത് ചിലർ അറിയാമല്ലോ, ഞാൻ ആ വസ്ത്രത്തിൻ്റെ രീതി പറയണ്ടായല്ലോ. അത് ഈ ഗ്രാമപ്രദേശത്തുള്ള ആൾക്കാർക്ക്, ചെറുപ്പക്കാർക്ക്, മറ്റുള്ളവർക്ക് ഈ സംഭവം കാണുന്ന ഒരു എക്സൈറ്റ്മെൻറ്റാണ്. ഇതാണ് ഈ മോളിൻ്റെ അതിൻ്റെ ഫിലോസഫി ഓഫ്, അതായത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അപ്പം അങ്ങനെയുള്ളവൻ വന്നാലും, അല്ല ലോവർ മിഡിൽ ക്ലാസ്സിൽ വന്നാലും അവരും എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യും. കാരണം അവിടെ കറങ്ങുണ്ടായി. ഇതെല്ലാം ക്ലബ്ബ് ചെയ്തിട്ടാണ് ഈ മോളിൻ്റെ, അതായത് കൾച്ചർ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. നമ്പർ 1 ആദ്യം മനസ്സിലാക്കുക. പർച്ചേസ് ചെയ്യാൻ വരുന്നൊരു വലിയൊരു കൂട്ടർ, അവരെ കാണാൻ വരുന്ന മറ്റൊരു കൂട്ടർ. ഇങ്ങനെയാണ് അതിൻ്റെ എക്കോണമി വർക്കൗട്ട് ചെയ്യുന്നത്. ഞാനിത് പറഞ്ഞത് ലോകം മുഴുവൻ ഇങ്ങനെ തന്നെയാണ്. ഇനി അടുത്ത സംഭവം പല ആൾക്കാരും പറഞ്ഞു, അതായത് യൂസഫ് അലി കേരളത്തിലെ ഈ കച്ചവടക്കാരുടെ സംഭവങ്ങളെല്ലാം മാറ്റാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒരു ഉദാഹരണം തരാൻ പോവുകയാണ്. 2025 കേരളത്തിൽ നിന്ന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള ഹൈവേ ഓപ്പൺ ചെയ്യുമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് പറയുന്നത്. ഗ്രേറ്റ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമായിട്ട് 2 ഭാഗത്തുമായിട്ട്
നിങ്ങൾക്കറിയാം ഇത് 6 വരിയും 4 വരിയും ഒക്കെ പാതയാണ് പല ഭാഗങ്ങളിലായിട്ട് കുറയുകയും കൂടിയൊക്കെ ഇതിന് സർവീസ് റോഡുമുണ്ട്. അപ്പം അതിൻ്റെ ഭാഗത്തുള്ള കടകളുണ്ട്, ചെറിയ ചെറിയ ചായക്കടകളുണ്ട്, മറ്റുള്ള കടകളുണ്ട്, മെഡിക്കൽ ഷോപ്പുണ്ട്, ഈ പരിപാടികളൊക്കെയുണ്ട്. അതായത് ശരിക്കും കേരളത്തിൻ്റെ റീറ്റെയിലിംഗ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഇന്നും റോഡിൻ്റെ സൈഡിലാണ്. എഗ്രീഡ്, നമുക്ക് കാണാൻ സാധിക്കും റോഡിൻ്റെ സൈഡിൽ പോകുമ്പോഴൊക്കെ. നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന സംഭവം എന്താ മാറ്റം എന്ന് പറയട്ടെ. ഈ ഹൈവേ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ, കാരണം 2 വരിയല്ല 4 വരി 6 വരി വണ്ടി വരുന്നു, അതായത് കാറ് വരുന്നു. കാറിനകത്ത് ആൾക്കാർ കൂടുതൽ സഞ്ചരിക്കുന്നത്, ബസ്സിലുള്ള സഞ്ചാരം കുറയും പെട്ടെന്ന്. കാരണം ഒരു ഫാമിലിക്ക് കാറിനകത്ത് 5-6 പേർക്ക് ഇന്നോവയാണ്, മറ്റുള്ള കാറിൽ പെട്ടെന്ന് പോയിട്ട് കാര്യങ്ങൾ സാധിച്ച് തിരിച്ചു പോരാം. ഈ പറയുന്ന കടകളുടെയൊക്കെ ബിസിനസ് ഡൗൺ ആയിപ്പോവും. എവിടെ നിർത്താൻ എവിടെ? കാരണം ഈ സർവീസ് റോഡ് എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ഏരിയ അല്ല. കാരണം ഞാനിത് പല ഇന്ത്യൻ സിറ്റിയിൽ ഇത് കണ്ടു. അപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ, ഈ പറയുന്ന കടകളും മുഴുവനും പൂട്ടും. അതിന് ഉത്തരവാദി യൂസഫ് അലിയാണ്. ഹൈവേ ഡെവലപ്പ് ചെയ്യണം. കാരണം വന്നാൽ മാത്രമേ ഇവിടെ കമ്മ്യൂട്ടേഷനാണെങ്കിലും ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷന് ഫാസ്റ്റ് ആവത്തുള്ളൂ. ഇത് ലോകത്ത് ചേഞ്ച് ഉണ്ടാവുന്നതാണ്. ഇപ്പം മൈസൂർ ടു ബാംഗ്ലൂർ ഹൈവേ, എക്സ്പ്രസ് ഹൈവേ, അതിൻ്റെ 2 സൈഡിലും നേരത്തെ പഴയ ഹൈവേ എടുത്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ കടകളവിടെ പോയി. അതായത് ഈ പറയുന്ന അമേരിക്ക പോലെ ആകും ഇന്ത്യയിലെ പല റോഡുകളും ഹൈവേ വന്നു കഴിഞ്ഞാൽ. ഈ റോഡിനകത്തു നിന്ന് പുറത്ത്, അതായത് 100-200 മീറ്റർ അവിടെ ഒരു സമുച്ചയം ഉണ്ടാകും. ഹൈവേയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങോട്ട് എൻട്രി വരും. അവിടെ ആയിരിക്കും ഇനി ഹോട്ടൽസും ഇതേപോലെയുള്ള കടകളും ഗ്രോസറി ഷോപ്പും റെസ്റ്റോറൻറ്റും ഈ സംഭവം ഉണ്ടാകാൻ പോകുന്നത്. ഇതൊരു ചേഞ്ചാണ് ബേസിക്കലി. ഇന്ത്യയിൽ ആ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ പല ഹൈവേയിലും ഞാൻ പണ്ട് കണ്ട ചെറിയ കടകളും ദാവാകളും ഈ പുല്ലൊക്കെ ഇല്ലാതായി. ഇതകത്തോട്ട് മാറിയപ്പോൾ തുടങ്ങാൻ പോയി. കാരണം വണ്ടി നിർത്തത്തില്ല, വണ്ടി അടിച്ചങ്ങ് പോവില്ലേ. അപ്പോൾ അതിന് പാർക്കിങ്ങിന് പ്രത്യേക സ്ഥലം, അതുമായിട്ട് ചുറ്റപ്പെട്ട് മറ്റൊരു സ്ഥലമുണ്ട്. അപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ കേരളത്തിൽ എത്ര കടകൾ അടച്ചു? എൻ്റെ സ്പെസിഫിക് എത്ര കടകൾ അടച്ചു? ഒരുപ്പെട്ട കടകളെല്ലാം അടച്ചു. ഇനി നിങ്ങൾ എടുക്കുക, അങ്കമാലിയിൽ നിന്ന് വരെ കോയമ്പത്തൂർ പോകുന്ന വഴിയിൽ ഹൈവേ, അത് 4 ലൈനും ചിലപ്പോൾ അത് 6 ലൈനോ ഹൈവേ ആവുന്നുണ്ട്. കാരണം കൊച്ചിയിൽ നിന്നാണ് ഈ ഹൈവേ തുടങ്ങുന്നത് ബേസിക്കലി. പക്ഷെ അത് മുഴുവൻ റഷാണ്. അങ്കമാലി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഈ ഹൈവേ ഫാസ്റ്റായിട്ട് പോകുന്നത്. അതിൻ്റെ 2 സൈഡിലുള്ള കച്ചവടക്കാരോട് ഞാൻ ഇൻട്രാക്ട് ചെയ്ത് അവരുടെയൊക്കെ കച്ചവടം തീർന്നു. പലതും കടകൾ അടച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടെയുള്ള ആര്യഭവൻ അത് സർവീസ് റോഡിൽ നിന്ന് മേളിക്കാർ മാറ്റിയിട്ട് അവർക്ക് പാർക്കിങ് കൊടുത്തിട്ട് അവർ ചെയ്ത് വെക്കുന്നത്. അതായത് റോഡ് സൈഡിൻ്റെ ഭാഗത്ത് ഭയങ്കര വിലയാണ്. അത് കേരളത്തിൻ്റെ ഒരു ബിസിനസ് കൾച്ചർ, റീറ്റെയിലിങ്ങിൻ്റെ ഭാഗമാണ് റോഡ് സൈഡിൻ്റെ ഭാഗത്തുള്ള കടകൾ. അത് അടഞ്ഞു പോകും. ഇത് ട്രെൻഡിനനുസരിച്ച് മാറുകയാണ്. കാരണം ഇൻഫ്രാസ്ട്രക്ചർ മാറുമ്പോൾ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുകയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഏകദേശം 1-1.5 ലക്ഷം കടകൾ അടഞ്ഞു പോകും ഈ ഹൈവേ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ. ഇപ്പം മനസ്സിലാക്കേണ്ടത് ട്രെൻഡ് സെറ്റിംഗ് ആണ്. അതായത് ഹൈവേ വരുന്നു, അത് ഓപ്പൺ ചെയ്യുന്നു, ഈ കടകൾ അടഞ്ഞു പോകും. ഇപ്പോൾ റോഡിൽ നിന്ന് മീൻ കച്ചവടം ആ സാധനമൊക്കെ ഇല്ലാതായിപ്പോവും. കാരണം ഒരു കാരണവശാലും ഹൈവേ അതോറിറ്റി ഈ സർവീസ് റോഡിൽ പാർക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾക്ക് പരമായിട്ട് 2 മിനിറ്റ് 3 മിനിറ്റ് കയറിപ്പോയി കാണാം. പോലീസ് അത് മോണിറ്റർ. കാരണം അവിടെ ഒരു കട ഓപ്പൺ ചെയ്തിട്ട് സർവീസ് റോഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞ് ഇവിടുത്തെ ബ്ലോക്ക് അവിടെ കയറി അടിക്കും. ഇതാണ് ഹൈവേയുടെ കൾച്ചർ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു പോയിന്റ്, എൻ്റെ അഭിപ്രായത്തിൽ യൂസഫ് അലി കേരളത്തിൽ മുഴുവനും പ്രധാനപ്പെട്ട സിറ്റികളിലും 2 ടയർ സിറ്റികളിലും മോൾ തുടങ്ങാം. ഇപ്പം എന്തുകൊണ്ട്? അപ്പം ഞാൻ പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയച്ചു, എന്ത് ചേഞ്ചസാണ് ഉണ്ടാകുന്നത്. ഇവിടെയാണ് മനസ്സിലാക്കേണ്ട ഫണ്ടമെൻ്റൽസ്. എക്കോണമി എന്ന് പറയുന്നത് ഇതേപോലെ ഷോപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഡൊമസ്റ്റിക്കായിട്ട് സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു, പലതും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം യൂസഫ് അലി പല ഈ സ്റ്റാർട്ടപ്പിനും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ കുടുംബശ്രീയുണ്ട്, അതേപോലെ സ്ത്രീകളുടെ സംഭവങ്ങളൊക്കെ. അവിടെ ഉണ്ടാക്കുന്ന പെരിഷബിളായിട്ടും പെരിഷബിൾ അല്ലാത്ത ആഹാര സാധനങ്ങൾ നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അവരുടെ മാർക്കറ്റിംഗ് ടീമിന് സ്റ്റോറിനോട് അപ്രോച്ച് ചെയ്യുക. ഇങ്ങനൊരു പ്രോഡക്റ്റ് ഉണ്ട്, അവരുടെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യും. അത് വെക്കാനൊരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് കിട്ടിയില്ലയോ? അതേപോലെ പല സാധനങ്ങൾ നമ്പർ ഓഫ് പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇപ്പം ആകെ ഞാൻ കാണുന്ന മറ്റേ 2-3 ബിസ്ക്കറ്റും
മുറുക്കും കിറുക്കും ഒക്കെ, അതല്ല പല പ്രോഡക്ട്സ് ഉണ്ടാക്കാം. കേരളത്തിലല്ലാതെ യൂസഫ് അലിക്ക് ഈ മിഡിൽ ഈസ്റ്റ് ഇഷ്ടംപോലെ സംഭവം ഉണ്ടല്ലോ, ഈ സാധനങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോകും. അതേപോലെ ചെറിയ ചെറിയ വെജിറ്റബിൾസ്, ഈ പറയുന്ന തമിഴ്നാട്ടിൽ നിന്ന് ഇവിടുന്ന് തന്നെ ഈ വെജിറ്റബിൾസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അവർ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോയി അവരുടെ സ്റ്റോറിൽ കൊണ്ടുവെക്കും. നിങ്ങൾ ഉദ്ദേശിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. ഇത് മാറ്റാൻ പോകുന്ന ലോക്കൽ എക്കോണമി. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കേരളത്തിൻ്റെ ഒരു പുതിയ വികസന സംഭവം ഉണ്ടാവുകയാണ്. കാരണം കേരളത്തിൽ ഈ പറയുന്ന ബിസിനസ് എന്ന് പറയുന്ന സാധനത്തെ പറ്റി പറയുമ്പോഴേ കമ്മ്യൂണിസം രീതിയിലോട്ടാണ് പോകുന്നത്. പക്ഷെ ബിസിനസ് എന്ന് പറയുന്ന സാധനം നമ്മൾ മനസ്സിലാക്കിയേ മതിയാവത്തുള്ളൂ. അല്ലാതെ എല്ലാവരും ഗവൺമെൻറ് ജോലി കിട്ടുമെന്ന് പറഞ്ഞിരിക്കരുത്. അതായത് ഞാൻ ഈ പറയുന്ന ചെറിയ മൈക്രോ യൂണിറ്റുകൾ, കാരണം ഏറ്റവും വലിയ പ്രശ്നം എന്ത്, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അത് വിൽക്കാൻ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതിന് പ്ലാറ്റ്ഫോം കൊടുക്കാൻ വേണ്ടി യൂസഫ് അലിയുടെ ഇതേപോലെ മാളുകൾ തയ്യാറാകുമ്പോൾ ഉറപ്പായിട്ടും അത് ലോക്കൽ എക്കോണമി ബൂം ചെയ്യും. അത് നിങ്ങൾ എങ്ങനെ സ്റ്റഡി ചെയ്ത് നോക്കുക. പല രീതി, പല പ്രോഡക്റ്റ് ഉണ്ടാക്കാം. ചെറിയ കുട്ടികൾ ഉടുപ്പുകൾ, മറ്റുള്ള സാധനങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ അവരുടെ സ്റ്റാൻഡേർഡിനുള്ള സാധനം, അവരുടെ ഷോറൂമിൽ വെക്കുന്ന സാധനം അതായിരിക്കണം കൂടുതൽ. കാരണം അവർക്ക് ലുലു പല രീതിയുണ്ട്, അവർക്ക് ഗാർമെൻ്റ് ഉണ്ട്, പല സെഗ്മെൻ്റ് ഉണ്ട്. ഇവിടൊക്കെ ഉണ്ടാകാൻ പോകുന്ന പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന, അതിനു വേണ്ടി സ്റ്റാർട്ടപ്പിന് പണം കൊടുക്കുന്നുണ്ട് യൂസഫ് അലി. ഇത് അങ്ങേരുടെ അടുത്ത് പോയി അപ്രോച്ച് ചെയ്യണം. അതല്ലാതെ യൂസഫ് അലിയോട് എപ്പോഴും എനിക്ക് അസുഖമാണ്, എനിക്ക് ചന്തിക്ക് പരു വന്നു, എനിക്ക് 1 ലക്ഷം രൂപ തരണം, അവരെ ക്യാൻസർ, അതല്ല ഇവിടെ ആവശ്യം. ഇപ്പോൾ യൂസഫ് അലി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കച്ചവടക്കാരൻ ഇതേപോലെയുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കുമ്പോൾ ലോക്കൽ എക്കോണമി എങ്ങനെ ബൂം ചെയ്യും, അതിനു വേണ്ടിയാണ് പ്രയത്നിക്കുക. കാരണം അതാണ് ഈ മോൾസ് കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്. അത് അനുയോജ്യമായ രീതി സ്റ്റേറ്റ് ഗവൺമെൻറ്റും അവിടെയുള്ള മറ്റുള്ള സ്വകാര്യ മേഖലയും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഫെസിലിറ്റേറ്റ് ചെയ്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുമ്പോഴാണ് ലോക്കൽ എക്കോണമി ബൂം ചെയ്യുന്നത്. അതാണ് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പം ഇതിനകത്ത് നമ്മൾ യൂസഫ് അലിയെ പോലെയുള്ള ഇൻവെസ്റ്റേഴ്സിനെ റെഡ് കാർപ്പറ്റ് ഇട്ട്, അതായത് സ്വീകരിക്കുകയാണ് വേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്, അതായത് മറ്റേ ഷാജഹാൻ എന്ന സുഹൃത്ത് പറഞ്ഞു, യൂസഫ് അലി മുഴുവൻ പണവും ബാങ്കിൽ നിന്ന് എടുത്തിട്ടാണ് ഇൻവെസ്റ്റ്. ചുമ്മാ അത് പറയുന്നത് പുള്ളിക്ക് അറിയാത്തതുകൊണ്ട് സംഭവം. ഒരു ബാങ്ക് 100% ഇൻവെസ്റ്റ് ഒന്നും ചെയ്യുന്നൊന്നുമില്ല. അതായത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് സ്ഥലം മേടിക്കണം, പലതും ഉണ്ടാക്കണം, ഇതിനൊക്കെ സ്വന്തമായിട്ട്. കാരണം പുള്ളിയുടെ പണമുണ്ട്. ഒന്നാമത് അദ്ദേഹം IPO ഇറക്കി കഴിഞ്ഞപ്പോൾ ഇത്രമാത്രം പണം കിട്ടുമ്പോൾ പുള്ളിയോട് വിശ്വാസമുണ്ട്. അതാണ് ആ ബ്രാൻഡിൻ്റെ പ്രത്യേകത. അപ്പം ആ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പുള്ളിക്ക് അപ്പോഴാണ് കേരളത്തിലെ ജനങ്ങളെ മുഴുവനും ഫെസിലിറ്റേറ്റ് ചെയ്യാൻ കഴിയുന്നത്. അല്ലാതെ ഒരു ബിസിനസ്സുകാരൻ്റെ കയ്യിൽ നിന്നും ചാരിറ്റി എന്ന് പറഞ്ഞ് പ്രതീക്ഷിക്കുന്ന അബദ്ധം, അത് ഹിസ്റ്റോറിക്കൽ ഹിമാലയൻ ബ്ലണ്ടറാണ് ഈ സംഭവം. അദ്ദേഹത്തെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാക്സിമം മാത്രം യൂട്ടിലൈസ് ചെയ്ത് ലോക്കൽ സ്റ്റേറ്റ് എക്കോണമി ബൂം ചെയ്യണം. ഇതിനെപ്പറ്റിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്.